പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരക്കിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. കാരക്ക് എന്തായിരുന്നു? കേസായിരുന്നു. നമ്മൾ 8 കാരക്കിൽ പഠിക്കാനുള്ളത്. അതിൽ 6 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 കാരക്കാണ്. ഏതൊക്കെയാണത്? അധികരണം, സംബോധൻ കാരക്കും അല്ലെ. ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് അധികരൺ കാരക്. എന്താണ് അധികരൺ കാരക്കിന്റെ ചിഹ്നങ്ങള്? മേ, പരാണ്. എന്താണ് അധികരൺ കാരക് എന്ന് പറഞ്ഞ എന്താണ്? എന്തായിരുന്നു अधिकरण? जिस शब्द से स्थान, समय या आधार का बोध हो उसे अधिकरण कारक कहते हैं. എന്താണ്? ഇപ്പം എന്താ പറയാ, ഒരു ക്രിയയുടെ ടൈം അല്ലെ, ഒരു വേർബ് എപ്പം നടന്നു, ഏത് ടൈമിലാണ് നടന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നടന്നത് അല്ലെ, ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത്, അതിനെയാണ് നമ്മള് എന്തു പറയണത്? അധികരൺ കാരക് എന്ന് പറയണത്. കഹാ, കബ്, കിസ്മേ, കിസ്പർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരാറ്? അധികരൺ കാരക് വരാറ്. അതിന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മേ, പർ അല്ലെ. എന്താ? രാം സ്കൂൾ മേ പഠിത്താ ഹെ, റൈറ്റ്. രാമു സ്കൂൾ മേ ജാതാ ഹെ. മേ ആണ് അത് അല്ലെ. ഒരു വേർബ് വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? അതിന്റെ കൂടെ നൗണിന്റെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു? മേ പറഞ്ഞു. പക്ഷെ ഒരു സാധനം എന്തിന്റെങ്കിലും മുകളിലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ എന്ത് പറയും? പർ യൂസ് ചെയ്യണം. എന്താണ് യൂസ് ചെയ്യേണ്ടത്? പർ. മേസ് പർ കിതാബ് രഖി ഹെ അല്ലെ. ബുക്സ് എന്താണ്? ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ക്ലോക്ക് ചുമരിന്റെ മുകളിലുണ്ട് അല്ലെ. ചുമരിന്റെ മുകളിൽ, വോളിന്റെ മുകളിലാണ് ഉള്ളത്, റൈറ്റ്. അപ്പൊ എന്താണ്? ഘടി ദീവാർ പർ ഹെ. അത് അവിടെ നമ്മൾ എന്ത് പറയില്ല? മേ പറയില്ല. ഉള്ളിൽ നിന്നുള്ള മീനിങ് നമ്മൾ പറയില്ല. ഘടി ദീവാർ പർ ഹെ, കിതാബ് മേസ് പർ ഹെ, റൈറ്റ്. അപ്പൊ എന്തായിരുന്നു അധികരൺ കാരക്? എന്തായിരുന്നു? ജിസ് ശബ്ദ സേ സ്ഥാൻ, സമയ या आधार का बोध हो उसे अधिकरण कारक कहते हैं. എന്തായിരുന്നു ഇതിന്റെ കാരക് ചിഹ്നം? എന്തായിരുന്നു? മേ, പർ. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.